ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇന്ന് നമ്മുടെ കുറേ ദിവസമായിട്ടോ ഗൈസ് നമ്മളൊന്ന് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഈ ഒരു ഗെയിം കളിച്ച് നോക്കണം ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും കളിച്ച് കയറിയിട്ടുണ്ട്. നമ്മളിതൊന്ന് പകുതി കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പിടികിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറേ ആക്കണം ഗൈസ്. നമ്മൾ കുറേ കളിച്ച് പ്രാന്താകണം, കുറേ കളിക്കണം. ഇത് എന്നെടുത്ത വീഡിയോ അറിയോ? ഇന്നാണ് എനിക്ക് ഇടാൻ പറ്റണത്. ഇതൊക്കെ ഇന്നേ പറ്റുള്ളൂ ഗൈസ്. എന്തായാലും നമുക്ക് പോയി ആദ്യം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വെട്ടിയെടുക്കാം. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ പട്ടിയോ ഇതിനെ കണ്ടോ? പട്ടിയല്ല, എന്നായിരുന്നു? ഷീപ്പാണ്. അത് ഗോട്ടോ? ഷീപ്പോ അതോ ഗോട്ടോ? മലയാളത്തിൽ തന്നെ പറയാം, ചെമ്മരിയാട് പറയാം. അത് മതി. കൊന്നു മീറ്റ് കിട്ടി. പാവം ചാകണം കണ്ടപ്പോൾ എന്ത് വിഷമമായിപ്പോയി. അപ്പം നമുക്ക് നേരെ നമ്മൾ പോവുകയാണ് ഗൈസ് അങ്ങോട്ട്. ഇത് അവിടെ കുറേ വീടൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇത് ആര് പണിഞ്ഞ വീടായിരിക്കും? ഊഹിക്കൂ. ഞാനാണോ പണിഞ്ഞ ഈ വീട്? അല്ല. എടാ കുട്ടിത്തേവാങ്കേ, മാറിപ്പോടാ. ഈ ചെറുക്കനെ ഞാൻ ആദ്യം ഓഫ് ക്യാമറ കളിച്ചപ്പോണ്ടല്ലോ, ആ ചെറുക്കൻ വന്നിട്ട് എന്നെ കൊന്നു. എനിക്ക് ഇഷ്ടമല്ല ചെറുക്കനെ, ഞാൻ കൊല്ലവനെ. എനിക്ക് കൊല്ലണവനെ. നിൽക്കട കുട്ടിത്തേവാങ്കേ. അവനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ. അവനെ കൊടുക്കണം. അവനെ കൊടുക്കണോ അവിടെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാളെ ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഈ ഒരു സാധനം നമുക്ക് എന്തായാലും കംപ്ലീറ്റ്ലി എടുക്കാറുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും നമുക്ക് എടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെടിയൊക്കെ വാരിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ഈ വീട് ആരുടെ വീടാണ്? ഈ വീട് എടുക്കാം അല്ലേ? ഇത് 2 നില വീട് കണ്ടേ? ഇതിനകത്ത് 2 നിലയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ വീടിൽ നിന്ന് കയറാം. വാതിൽ പൊളിക്കാൻ പോവാൻ. അങ്ങനെ നമ്മൾ വീടടയ്ക്കാൻ പോകുന്നു. ഡോറടി. അയ്യോ, പുറത്തേക്ക് എന്തിനാ ഇറങ്ങണേ? ഇപ്പം ഇറങ്ങി അങ്ങോട്ട് കാലം ഓടിയിട്ടിരാം. ഈ വീട് നല്ല വീടല്ലേ ഗൈസ്? ഈ വീടെടുത്താലോ? നമുക്ക് ഈ വീടെടുക്കാം. ഈ വീടെടുത്താലോ? കട്ടിൽ പറിച്ചെടുക്കാം. കട്ടിലെടുത്തോ? കട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് വിടാം. കട്ടിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്, അത് മതി. നമുക്ക് ഒരു വീട്ടിൽ 2 കട്ടിൽ കൊടുക്കാം. ഒരു വാതിൽ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരെ പോകാം. ആ കോഴി നമ്മളെ കണ്ടിട്ട് കൊല്ലാൻ വേണ്ടി ഓടി കേട്ടോ. കോഴീനൊക്കെ ഒരു വട്ടം അടിച്ചാണല്ലോ നമ്മളെ കൊല്ലാൻ വരും കേട്ടോ കോഴി. എന്നെ കോഴി അത് എന്നെ മാത്രം കൊല്ലാൻ വേണ്ട പട്ടിക്കോഴി. കോഴീനെയൊക്കെ നമുക്ക് കൊല്ലാട്ടോ, ഈസിയായിട്ട് കൊല്ലാൻ പറ്റും. പക്ഷേ നമ്മൾ കോഴീനെ പകരം കോഴിപ്പട്ടീനെ കൊല്ലുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങോട്ട് കൊടുക്കും. എന്താണ്? ഫീഡ് കൊടുത്തിട്ടുണ്ട്. ഫീഡ് കൊടുത്തപ്പോൾ തന്നെ എന്നോട് ഹാർട്ടൊക്കെ പറിച്ച് തരുന്നുണ്ട്. നമുക്ക് പോയി കൊന്നിട്ട് വരാം. എന്തായാലും കൊല്ലടാ നിൽക്കടാ പാവക്കോഴി. കൊല്ലട്ടെ പാവക്കോഴീനെ. നമുക്ക് കൊല്ലാൻ കസി കോഴീനെ. എനിക്ക് മീറ്റ് വേണം. ഇറച്ചി വേണം ഗൈസ്. എനിക്കിതിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുളക് പൊടിയൊക്കെ ഇട്ട് തന്തൂരി ചിക്കൻ പോലെ തിന്നണം. അത് ആലോചിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഇരിക്കും കോഴി. കോഴി അടിയിലുണ്ട്. ഇതിൻ്റെ വീടിൻ്റെ അവിടെ ശബ്ദം. കോഴിയാണത്. എൻ്റെ കോഴി. നിൽക്കടാ പട്ടിക്കോഴിയോടെ. കൊല്ലട്ടെ. അയ്യോ, നിന്നെ ഞാൻ രക്ഷിച്ചു തന്നിട്ട് എനിക്ക് നിൻ്റെ ഇറച്ചി തിന്നാൻ തരില്ല അല്ലേ? ഇറച്ചി തിന്നാൻ തരില്ലാത്ത പട്ടിക്കോഴി. ഇറച്ചി തിന്നാൻ തരാത്ത പട്ടിക്കോഴി. നമുക്ക് എന്തായാലും ആ കോഴീനെ കൊല്ലണം. നിൽക്കട കോഴിയോടെ. കൊന്നു. കോഴീനെ കൊന്നേ. എനിക്ക് ഇറച്ചി കിട്ടിയേ. യെസ്. ഇനി നമുക്ക് വേണമെങ്കിൽ പോവാം. ഈ 2 നില വീടിനേക്കാൾ മുക്കമുള്ള വീടുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. നമുക്ക് ഈ വീട്ടിൽ കയറി പോയാലോ?
ഇപ്പം ഞാൻ ഒച്ചയില്ലാണ്ട് കേട്ടോ ഗൈസ് ഇത്ര നേരം സംസാരിച്ചതെന്ന് നിങ്ങൾ കരുതിയിരിക്കും. പക്ഷെ നമുക്ക് ഒച്ചയില്ലാത്തത് കൊണ്ടാണ്. ഇച്ചിരി പാടൊക്കെയാണ്. ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആരും ലൈക്ക് ചെയ്യാണ്ടും സബ്സ്ക്രൈബ് ചെയ്യാണ്ടും ഒക്കെയാണ് വീഡിയോ കാണുന്നത്. 100% ആകെ 2% പേര് മാത്രം സബ്സ്ക്രൈബ് ചെയ്യണുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം കയറ്റി കാണിച്ചു തരുന്നത്. ഇത് പക്ഷേ ഡ്യൂപ്ലി മൈൻക്രാഫ്റ്റ് ആട്ടോ. ഇതൊന്ന് കളിച്ചു നോക്കണമെന്ന് എനിക്ക് തോന്നി. ഡ്യൂപ്ലിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി കേട്ടോ. വലുതൊക്കെ കയറ്റിയിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും ഡ്യൂപ്ലി കളിച്ചു നോക്കിയാൽ നമുക്ക് മറ്റേത് കയറ്റാൻ ബുദ്ധി തോന്നൂലോ. അത് കഅബ ഷരീഫൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് രാത്രി ആവണം എപ്പോഴാണ്. നമുക്ക് ഇച്ചിരി കട്ട പൊട്ടിച്ചിട്ട് എടുത്തുകൊണ്ട് ഈ വീട് ആവശ്യമുള്ള വീടൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത വീഡിയോയിൽ വാള് കിട്ടുമെന്ന് നോക്കട്ടെ ഗൈസ്. അടുത്ത വീഡിയോയിൽ വാള് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വാളെടുക്കാൻ പോവാം. വാളും എല്ലാം കിട്ടുവാണെങ്കിൽ ഞാനാണെങ്കിൽ കഥം നമ്മൾ അടുത്ത വീഡിയോയിൽ വാളും എല്ലാം കിട്ടും നോക്കട്ടെ. എല്ലാ മൈൻക്രാഫ്റ്റിൻ്റെ ഇതിനകത്ത് വാളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് മാത്രം ഇല്ലയെന്ന് പറഞ്ഞാൽ അത് പറ്റില്ലല്ലോ. ഞാൻ എന്തായാലും വാള് കണ്ടുപിടിക്കട്ടെ. അയ്യോ പണിയായി ഗൈസ്. വീണ്ടും പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പം സോഫ ഉണ്ടാക്കി വെച്ചേക്കണോ? നമ്മൾ കതീര ഉണ്ടാക്കും. കതീര അല്ലല്ലോ, എന്തൊരു രാംകരാജോ അല്ലല്ലോ, എന്തൊരു സാധനം. എന്തെങ്കിലോട്ടെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. അങ്ങനെയുള്ള ഈ സാധനമൊക്കെ ഉണ്ട്. ഈ ബണ്ണീനെ അടിച്ചു കൊല്ലണതാണ് ബണ്ണി ഫുട്ടും പിന്നെ നമുക്കൊരു കട്ടയും വേണം കേട്ടോ ഗൈസ്. പിങ്ക് കട്ട എന്നാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ സാധനം. എന്ത് സാധനം എന്ന് പറയുമ്പോഴാണ് അറിയാവുന്ന സാധനം എന്ന് വിളിക്കുക. നമ്മൾ കട്ടിൽ ഇടക്കട്ടെ ഗൈസ്. കട്ടിൽ വയ്ക്കുക. കട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അടുക്കി വെച്ചോ. അയ്യോ അടുക്കി വെച്ചോ. ഇങ്ങോട്ട് ഇവിടേക്ക് അടുക്കി വെച്ചോ. അടുക്കി വെക്കടാ. നമ്മുടെ കയ്യിൽ ഇപ്പം സാധനങ്ങൾ കുറവാട്ടോ. സാധനങ്ങളെല്ലാം നമ്മൾ പെട്ടിയിൽ പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ്. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കണം ഗൈസ്. ഇത് വെച്ച് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് വെച്ച് നമുക്ക് എന്തായാലും ബ്രെഡ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണ്ട അല്ലേ, ബ്രെഡിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ. എന്തായാലും തൽക്കാലത്തേക്ക് ബ്രെഡിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബ്രെഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളതൊന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. നമുക്കൊരു സോഫ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ ഗൈസ്. മറ്റേ വളഞ്ഞു തന്നെ. എൻ്റെ പേരറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ വെച്ച് നോക്കട്ടെ. അത് ആവുമെന്ന് ഉറപ്പില്ലടാ. നമുക്ക് വെക്കണമെന്ന് ഞാൻ ആലോചിക്കണം ഇപ്പോൾ. എന്താണെന്ന് വെച്ചാൽ സോഫയല്ലേ, അപ്പോൾ വെക്കേണ്ട ആവശ്യം ഉണ്ടാവും അല്ലേ. നമുക്ക് സ്റ്റെപ്പായിട്ട് വെച്ച് നോക്കിയാലോ. അത് മതി, പോളി ഐഡിയ. സ്റ്റെപ്പായിട്ട് വയ്ക്കാം. സ്റ്റെപ്പ് അയ്യോ ഇവിടെ ഇല്ലല്ലോ. സ്റ്റെപ്പായിട്ട് ഇവിടെ വയ്ക്കേണ്ട വയസ്സ്. ഇവിടെ നിന്ന് തുടങ്ങി തീരില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചോ. ഇനി അതിൻ്റെ മുകളിലൊരെണ്ണം ചാടാതിന്. ഇത് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അപ്പുറത്തേക്ക് വയ്ക്കും, എന്നാലേ ചാടാൻ പറ്റുള്ളൂ. വെച്ചോ. വെച്ചു. ഇനിയുണ്ട്. ബെസ്റ്റ്. അപ്പോൾ പൊളിച്ചു. ആവശ്യം എന്തിൻ്റെ കേടായിരുന്നു എന്തോ. ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യണേ കേട്ടോ ഗൈസ്. ലൈക്ക് എത്താറുണ്ടെങ്കിൽ ലൈക്ക് കേട്ടോ. ഷെയർ എത്താറുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ആരാ എൻ്റെ വീട്ടിൽ കയറണേ? ഹാർട്ട് ബീറ്റ് കണ്ടിട്ട് ആരും എത്ര ലവർ ഉണ്ടെന്ന് ചോദിക്കണ്ട കേട്ടോ. അത് ഹാർട്ട് ബീറ്റാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ. എന്ന് വെച്ചാൽ ആൾക്കാർ കമൻറ്റിൽ കൂടെ ചോദിക്കല്, കമൻറ്റിൽ കൂടെ തെറി പറയരുത്. അതൊക്കെയാണ് നമ്മുടെ
ഈ സോഫയുടെ പേരാ കേട്ടോ നിങ്ങളോട് ഞാൻ ചോദിച്ചേ. ഇത് പൊളിക്കട്ടെ. ഇവിടെ എന്തിനാ സോഫ? അപ്പോൾ നമ്മൾ ഈ സോഫ പൊളിച്ചു. ഇതുണ്ടോ? നമ്മളിവിടെ വയ്ക്കാം. എന്ത് നേരം ഇല്ലടാ, അങ്ങോട്ട് നേരെ ഇരിക്കടാ. സോഫയല്ല കസേര. ഇങ്ങോട്ടിരി. ഈ സോഫയുടെ പേരാട്ടോ വളഞ്ഞിരിക്കുന്ന സോഫ. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. ആ സോഫയുടെ പേരൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതെന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തതുണ്ട് കേട്ടോ. ഇത് ഈ വളഞ്ഞു തന്നെ ആ ഭിത്തി കൂടെ ചേർന്ന്. രാത്രിയായോ? ഇതിന്നും തീരണ പരിപാടി എല്ലാം തോന്നുന്നു. രാത്രിയാടാ, പോയി കിടന്നുറങ്ങിയാലോ. രാവിലെ പണി കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്തായാലും ഇപ്പം തന്നെ പണിയുണ്ടല്ലോ. അതുകൊണ്ട് ഈ പണിയൊക്കെ ഒന്ന് കഴിയട്ടെ കൈസ്, എന്നിട്ട് നമുക്ക് പോവാം. അല്ലേ വേണോ? കിടന്നുറങ്ങണോ? അച്ഛനോ ബാ എടാ മോനെ, ഉറങ്ങടാ. ഇവനക്ക് ഉറക്കമൊന്നുമില്ല. രാത്രിയിലത്തെ ഫുഡൊന്നും ഇല്ലേ കൈസ്? വേണമെങ്കിൽ തിന്നാ, അത്രേ ഉള്ളൂ അല്ലേ? വേണമെങ്കിൽ തിന്നാ നമുക്കൊന്ന് കിടന്നുറങ്ങേണ്ട വരും. തൽക്കാലത്തേക്ക് കിടന്നുറങ്ങാം ഇപ്പോൾ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഡോറൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാമോ? ഡോറ് തുറന്ന് നോക്കാം ഗൈസ്. നമുക്ക് തുറന്നു കഴിഞ്ഞ് 4 മണിക്കൂർ കഴിയും. അങ്ങനെ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സോംബി ഇവിടുത്തെ ഇത്രയും വ്യൂ ഉണ്ടോ? ഇവിടുത്തെ നല്ല അടിപൊളി വ്യൂ ഉണ്ടല്ലോ ഗൈസ്. ഇവിടെ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട്. ഒരു ഒന്നും പറഞ്ഞുള്ള ശബ്ദം എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും കേട്ടിട്ട്. അയ്യോ, സോംബി വീടിൻ്റെ ഉള്ളിൽ കയറി. അപ്പൊ വീടിനുള്ളിൽ സോംബി കയറുമോ? കൊല്ലൂടെ അമ്മേനെ കൊണ്ടിരിക്കണ സോംബിയുടെ മീറ്റ് നമുക്ക് എടുക്കാം. താഴെ ചാടിപ്പോയി നോക്കണുണ്ട്. പേടിയുണ്ട്. എന്നാലും പേടി അടക്കി പിടിച്ചിട്ട് ചാടാം. സോംബി ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയാലേ കളി നടക്കുള്ളൂ. താഴത്തിറങ്ങിയാൽ വേറെ ഏതെങ്കിലും പട്ടി ഉണ്ടാവും. അതുകൊണ്ട് അതിനെ പേടിക്കണം ഗൈസ്. ഇപ്പം ഞാൻ എങ്ങോട്ട് പോവോ എന്തോ, എവിടേക്കോ പോവോ എന്തോ, എങ്ങനെ പോവോ എന്തോ. താഴത്തേക്ക് ചാടണം തന്നെ പേടിയുള്ള കാര്യമാണ്. അത്രയുണ്ട്. പൊന്നെ, എനിക്ക് പേടിയാണ്ട് കേട്ടോ. ഈ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്ട്. സോംബിയൊക്കെ ഉള്ളിൽ കയറി വരുമ്പോഴൊക്കെ നല്ലോണം പേടി വരും. അത്രയ്ക്കും പാടുള്ള ഗെയിമൊന്നും അല്ല ഇത്. ഭയങ്കര ഈസിയാണ്. നമ്മുടെ ഒരു മൈൻഡിൽ തോന്നുന്ന ക്രാഫ്റ്റ് നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ഗെയിം അങ്ങനത്തെ ഗെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗെയിമിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇത് ഇങ്ങനത്തെ ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ഇതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്തായാലും. ഇതെന്താ ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കുമെന്ന് തോന്നുന്നു ഗൈസ്. ഈ ഗെയിമിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്തായാലും. നല്ല അടിപൊളി ഗെയിമാണ്. ഒരു പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗെയിം ഇത് വേണമെങ്കിൽ പറയാം. നോർത്ത് കളിച്ച് അവസാനം പണിയാക്കി വെച്ചിട്ട് എൻ്റെ പേര് തെറ്റ് വരുത്തരുത് കേട്ടാ. അയ്യോ, കട്ട തീർന്നു. താഴെ പോയി എടുത്തിട്ട് നമ്പാരൂ. അവിടെയൊക്കെ മീറ്റ് എടുക്കാനായിട്ട് തിന്നാൻ തോന്നും. സോംബി ഇറച്ചി തിന്നാൽ എന്തെങ്കിലും പറ്റുമോ? അറിയാൻ പാടില്ലാട്ടോ. സോംബി ഇറച്ചി വിഷമാണോ ഗൈസ്? സോംബി ഇറച്ചി കുറേ കിട്ടും. അതുകൊണ്ട് പിന്നെ സോംബി ഇറച്ചി തിന്നുന്നത് കുഴപ്പമൊന്നുമില്ലാതെ. ചുമ്മാ ആൾക്കാർ പറഞ്ഞുണ്ടാക്കണേ സോംബി ഇറച്ചി എന്ന് ചത്തുന്നൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുമെന്നേ അല്ലേ. മൈൻക്രാഫ്റ്റിൽ സോംബി ഇറച്ചി എന്ന് പറഞ്ഞാൽ കുഴപ്പവും പറ്റില്ല. അതൊക്കെ എനിക്ക് ഉറപ്പുണ്ടല്ലേ. നമുക്കുണ്ട് പേടി. എന്നിട്ട് പേടിച്ച് ഇവിടെ ഇരിക്കാണ്ടിരുന്നാൽ കൊള്ളാം. അല്ലാതെ അടുത്ത കയറി വന്നു. തീ പിടിച്ചിട്ടുണ്ട്. എടാ, അതിനെ കൂടെ വിളിച്ചു വരത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോടാ. വെറുതെ മുമ്പത്തിറങ്ങി നിന്നു. അതിപ്പോൾ വീടിനുള്ളിൽ കയറി അതിനാ പോയോ? തീ പിടിച്ച സോംബി അത് പോയോ? അയ്യോ, ഇനി ആ സോംബി ഇറച്ചി തിന്നാൻ പറ്റില്ലല്ലോ. അയ്യോ, പണിയായി.
പക്ഷേ ഇനി തന്നെ ഈ പണി കിട്ടി ഞാൻ നെയ്യും പുറത്തേക്ക് ഇറങ്ങാണ്ട് പറ്റൂലല്ലോ. പക്ഷേ ഇനി നെയ്യണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഒറ്റ ചാട്ടം കൊടുക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് ഇതേ വീട്ടിലേക്ക് ഓടണം, ഇതേ വീട്ടിലേക്ക്. അവിടെയൊക്കെ പോട്ടെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ അവിടെയൊക്കെ പോകണം. അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് അവിടെയൊക്കെ താമസം തുടരാം. എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക കേട്ടോ. വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. ഇപ്പോൾ താഴത്തേക്ക് എവിടെ ചാകും കേട്ടോ. സോംബി താഴെ ഉണ്ട്. നമുക്കുണ്ടോ പേടി? നമ്മൾ അറിഞ്ഞു നോക്കൂലേ? അയ്യോടാ മോനെ, ഇവിടെ പാല് പറഞ്ഞെടുക്കുമായിരുന്നു. ഇപ്പോൾ സോംബി ഒന്ന് കടിച്ചേനെ. നമ്മളിവിടെ കട്ട വയ്ക്കും. അവിടെ വെക്കട. ഇവിടെ വയ്ക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെന്തായാലും കട്ട വെച്ച് മൂടും. കണ്ടോ, ഇത്ര ഉള്ളു കേസ്. ഇനി നമുക്ക് സോംബിനും പിടിക്കണോ ഒന്നിനും പിടിക്കണോ. മീറ്റ് കിട്ടിയിട്ടുണ്ട് കേസ്, സോംബി ഇറച്ചി. തിന്നാലോ? നോക്ക്, വേണം. ഇപ്പം തിന്നണ്ട ആവശ്യമില്ല. സോംബി ഇറച്ചി ഇപ്പം തിന്നണ്ട അല്ലേ, വിശക്കുമ്പോൾ തിന്നാം അല്ലേ. സോംബി ഇറച്ചി തിന്നാൻ നല്ല ടേസ്റ്റാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ടേസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റ് ആണെന്ന് പറയാം, ടേസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റ് അല്ലെന്ന് പറയും. എന്തിനുള്ള സോംബി ഇറച്ചിയല്ലേ? സോംബി ഇറച്ചി കൊള്ളൂല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. സോംബി ഇറച്ചി കൊള്ളത്തില്ല, സോംബി ഇറച്ചി കൊള്ളത്തില്ല, സോംബി ഇറച്ചി കൊള്ളത്തില്ല. നമുക്കിപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഏണിയൊക്കെ പണിയണം, അത്രേ ഉള്ളൂ. പണിയണം ഏണി. നമുക്ക് ഇതിന് ചുറ്റോട് വീടോട് വെച്ചാലോ. വീട് വെക്കണതോ? വെക്കാം. പെട്ടെന്ന് അങ്ങോട്ട് വെക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് വയ്ക്കണം. നമുക്ക് സമയമില്ല. അടുത്ത നമ്മുടെ ഐ ആം ഗെയിമർ GT 2.0 എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ തുടങ്ങിയാൽ പറയാൻ മറന്നു കേട്ടോ. നമ്മുടെ ചാനലിന് പുതിയൊരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് ഐ ആം ഗെയിമർ GT 2.0 എന്നാണ്. ഗെയിമർ GT 2.0 അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അതിൽ ഈ വീഡിയോയും ആ വീഡിയോയും കണ്ടോ നോക്കിയോ. നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഈ പാർട്ട് കഴിഞ്ഞിട്ടുള്ള പാർട്ടായിരിക്കും ആ വീഡിയോ അതിനകത്ത് ഇടാൻ പോണേ. അപ്പോൾ ഐ ആം ഗെയിമർ GT 2.0 എന്ന് പറയുന്ന ചാനലാണ് രണ്ടാം ഭാഗം. രണ്ടാം ഘട്ടം ചാനലാണ് ഈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും ഈ വീഡിയോ. അപ്പോൾ 20 മിനിറ്റിൻ്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് ബോറടിക്കുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. നിങ്ങൾക്കിത് ബോറടിക്കുകയാണെങ്കിൽ സഹകരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇങ്ങനെയൊന്നുമല്ലായിരിക്കും. നമ്മളൊന്ന് അങ്ങേ എടുത്ത് കാണുന്ന ഒരു പൊക്കമുള്ള വീട് കാണണ്ടേ, ദേ അവിടെ അങ്ങേ എടുത്ത് ആ സൈഡിൽ. സൈഡായിരുന്നു? സൈഡ് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വലിയ കൊട്ടാരം കണ്ടില്ല? ആ കൊട്ടാരം ദേ കിടക്കണം അവിടെ. സോംബി ഉണ്ട്, കണ്ടു. അത് നമ്മളെ കയറി വന്നു. തട്ടിവിട്, തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്, കത്തിപ്പോയി. അത്രേ ഉള്ളൂ. അതിനൊക്കെ നമ്മൾ തട്ടിയില്ലേ. ഇനി നമുക്ക് ഇവിടെ പോയി സാധനം എടുക്കണം. ഇനി ഇത് പൊളിക്കണം ഗൈസ്. പൊളിക്കട്ടെ. ഞാൻ ഈ ഗെയിം കളിച്ചപ്പോൾ കുറേ വട്ടം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയ്യോ ഞാൻ അറിഞ്ഞുകൊണ്ട് അടിയതല്ല കേട്ടോ, കാണാണ്ട് അടിയതാ. പക്ഷേ ഞാൻ നെയ്യൊന്നും എന്താ അറിയും ചെയ്യുമെന്നൊന്നും ഉറപ്പില്ല. ഭയങ്കര പണിയായിപ്പോയി ഗൈസ്. ഈ വാല് പറഞ്ഞിട്ട് ഉള്ളിൽ കയറിക്കോ. ഉള്ളിൽ കയറി. ഇനി അടയ്ക്കട്ടെ. അടച്ചു. ഇനി പെട്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ അതൊന്ന് നോക്കിയേക്കാം അല്ലേ. നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തുറന്ന് നോക്കട്ടെ ഗൈസ്, എന്താണെന്ന് നോക്കട്ടെ. വല്ല കിട്ടിയാലോ? ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ഇട്ട് വരാം. അപ്പോൾ ഐ എം ഗെയിമർ GT 2.0 എന്നുള്ള ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ടാറ്റാ. അപ്പോൾ
ഇത്രയുള്ള വീഡിയോ ഇത്രയുള്ള വീഡിയോ. അതുകൊണ്ട് ടാറ്റാ. ഇത്രയുള്ള വീഡിയോ അതുകൊണ്ട് ബൈ ബൈ. ബക്കാ ടാറ്റാ.